ഇടുക്കിയിൽ വൃദ്ധയായ അമ്മയെ മകൻ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇടുക്കി മുനിയറ കല്ലേപ്പുളിക്കൽ വീട്ടിൽ പങ്കജാക്ഷിയാണ് മകൻ സുരേഷും കുടുംബവും പുറത്താക്കിയത്. സബ് കളക്ടർ ഉത്തരവിട്ടിട്ടും പങ്കജാക്ഷിയെ വീട്ടിൽ താമസിപ്പിക്കാൻ മകൻ തയ്യാറായില്ല. കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് പങ്കജാക്ഷി പറയുന്നു. അതായത് ഞങ്ങളിവിടെ കോടതി ഉത്തരവനുസരിച്ച് അമ്മേനെയും കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ അനിയൻ ആ വീട് പൂട്ടിയിട്ടിട്ട് അവൻ എവിടെയോ പോയി. എവിടെയാണെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പം അമ്മയെ കയറി അമ്മയ്ക്ക് താമസിക്കാൻ ഇടവില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി. ആൽവിൻ, ഇപ്പോൾ ഈ മകൻ അമ്മ ഇപ്പോൾ എവിടെയാണ്? എന്താണ് അവിടെ സംഭവിച്ചത്? അമ്മയാണ് വീട്ടിൽ നിന്ന് 2 ദിവസം മുമ്പ് പുറത്താക്കി വീടടച്ച് ഈ മകനായ സുരേഷ് എന്നയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയത്. ഇത് ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അടിമാലിക്ക് സമീപമുള്ള മുനിയറ എന്ന പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പങ്കജാക്ഷി എന്ന വീട്ടമ്മയാണ് ഇപ്പോൾ വീടിനെ പുറത്തിട്ട് പൂട്ടി വീട്ടിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. പങ്കജാക്ഷി 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് മറ്റൊരു മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ വീട് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണ്, പുനർനിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് മകൻ ഈ അമ്മയോട് മറ്റൊരു സഹോദരിയുടെ വീട്ടിലേക്ക് മാറി താമസിക്കണമെന്ന് പറയുകയും പിന്നീട് ഈ പങ്കജാക്ഷി ആ വീട്ടിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 ദിവസം മുമ്പ് എത്തുമ്പോൾ ഈ വീട് പൂട്ടിയിട്ട നിലയിലാണ്. ഈ സുരേഷ് എന്നയാൾ അവിടെ ഇല്ല. മകൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, വനംവകുപ്പിലെ ഫോറസ്റ്റർ കൂടിയാണ് ഈ സുരേഷ് എന്നയാൾ. ഈ സുരേഷും കുടുംബവും ഈ വീട് പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. പിന്നീട് ഈ സുരേഷിനെ ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ മറ്റൊരു മകനും ഈ സുരേഷിന്റെ മറ്റൊരു സഹോദരൻ കൂടിയായ ആൾ കൂടി പറയുന്നത്. നമ്മളോടിപ്പം സംസാരിച്ചത് ഈ നടന്ന സംഭവത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത് ഈ അമ്മയുടെ ഒരു മകനാണോ? ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് നമുക്ക് ഇപ്പോൾ കേട്ടത് മറ്റൊരു സഹോദരന്റെ, ഈ സുരേഷ് എന്നയാളുടെ മറ്റൊരു സഹോദരനാണ് സംസാരിക്കുന്നത്. അദ്ദേഹമാണ് ഇത് പറയുന്നത്. കാര്യം പങ്കജാക്ഷിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിയാണ് ഇത് എന്ന തരത്തിലാണ് ഈ മറ്റൊരു മകൻ പറയുന്നത്. ഇത് കുടുംബതർക്കമാണ്, വലിയ തോതിൽ ഈ കുടുംബതർക്കം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ പങ്കജാക്ഷി RDOയെ സമീപിച്ചിരുന്നു. അങ്ങനെ സബ് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ പങ്കജാക്ഷിയെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവ് സബ് കളക്ടർ ഇട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ആ വീട്ടിലേക്ക് എത്താതെയോ. അപ്പൊ ഈ പങ്കജാക്ഷി അമ്മയ്ക്ക് ആകെ 3 മക്കൾ അങ്ങനെയാണോ? സഹോദരി ഇപ്പൊ നമ്മളോട് സംസാരിച്ചാൽ, പിന്നെ ഈ ആരോപണ വിധേയനായ സുരേഷ്, അങ്ങനെ 3 മക്കളാണോ ഈ പങ്കജാക്ഷി അമ്മയ്ക്ക്? 4 മക്കളുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഈ സുരേഷ് എന്നയാളുടെ ഒപ്പമാണ് ഈ പങ്കജാക്ഷി അമ്മ താമസിച്ചിരുന്നത്. സുരേഷ് എന്നയാൾ ഈ വനം വകുപ്പിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. ഇദ്ദേഹം കല്ലാറിലാണ് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ കാലങ്ങളായി ഈ പങ്കജാക്ഷിയുടെ ഭർത്താവും താമസിച്ചിരുന്നത്. പങ്കജാക്ഷിയുടെ ഭർത്താവ് കഴിഞ്ഞ ജനുവരി മാസം മരിച്ചിരുന്നു. അതേ തുടർന്ന് ഈ പങ്കജാക്ഷി അവിടെ ഈ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞു വന്നിരുന്നത്. പക്ഷേ ഈ കുടുംബവുമായി, ഈ മകൻ സുരേഷിന്റെ കുടുംബവുമായും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്നും മറ്റ് അവിടുത്തെ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പങ്കജാക്ഷി അമ്മയ്ക്ക് മകൻ സുരേഷിന്റെ കുടുംബവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? മകൻ സുരേഷിന്റെ ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. അവരുമായി അങ്ങനെയാണെങ്കിൽ നേരത്തെയും ഇതുപോലെ അമ്മയെ പുറത്താക്കാനുള്ള സമീപനമൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണമല്ലോ. പങ്കജാക്ഷിയുടെ വസ്ത്രങ്ങളടക്കം ഇത് ഒരു കൂടിലാക്കി പുറത്തേക്ക് എറിഞ്ഞു എന്നുള്ളത് പങ്കജാക്ഷി നേരത്തെ പരാതി രൂപേണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഉള്ളിൽ ആൽവിൻ, ഇപ്പോ കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രമ്യ, ഇപ്പോ ഈ പങ്കജാക്ഷി അമ്മ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ എന്താണ് സംഭവിച്ചത്? ഒന്നോട് ചോദിക്കോ? ഈ പങ്കജാക്ഷി അമ്മ സുരേഷ് വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുന്ന ഈ അമ്മ എവിടെയാണുള്ളത് ഇപ്പോൾ? ഇപ്പം നിലവിൽ അവരുടെ വീട്ടിൽ തന്നെയാണുള്ളത്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പൊ ഈ സുരേഷും കുടുംബവും ആ വീട്ടിലില്ല? സുരേഷ് വീട്ടിലില്ല. പക്ഷെ സുരേഷിന്റെ 3 കുട്ടികൾ ഇവരുടെ മുകളിലത്തെ നിലയിൽ, 2 നിലയാണ് വീട്, മുകളിലത്തെ നിലയിലുണ്ട്. ഞങ്ങളിപ്പോ കുട്ടികളുടെ അടുത്താണ് ഉള്ളത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യ, ഇത് കളക്ടറുടെ ഉത്തരവടക്കം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ഈ പങ്കജാക്ഷിയമ്മയും ഈ കുടുംബവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ? ഉണ്ടെന്നുള്ളതാണ് നമുക്കറിവ്. ഈ പങ്കജാക്ഷി അമ്മയെ ഇവരുടെ വീടിന്റെ റിനോവേഷൻ, അതായത് പെയിന്റ് അടിക്കുകയും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് പങ്കജാക്ഷി അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അടക്കമുള്ള ക്യാൻസർ പേഷ്യന്റുമാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ശാരീരിക അസ്വസ്ഥത ഉള്ളത് കൊണ്ട് അവരെ മകളുടെ വീട്ടിലാക്കിയിട്ടാണ് ഇവര് ഈ വീടിന്റെ പണി മെയിൻ്റെനൻസ് നടത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഇവര് ഈ സുരേഷ് എന്ന് പറയുന്ന ആള് അമ്മയെ അവരുടെ പെൺമക്കളുടെ വീട്ടിലേക്ക് ആക്കിയത്.
ഇപ്പോ ഇവര് വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലേക്ക് കയറേണ്ടെന്നുള്ള നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് സബ് കളക്ടറുടെ അടുത്ത് പോവുകയും സബ് കളക്ടർ ഇവരെ വീട്ടിലേക്ക് ഇവരുടെ പ്രായവും അസുഖവും മാനിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറ്റണം എന്നുള്ള നിലപാടിലേക്ക് വന്നതും ഉത്തരവിട്ടതും. അതുമായിട്ട് വന്ന സമയത്താണ് വീട് അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നത്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പങ്കജാക്ഷി അമ്മയ്ക്ക് 4 മക്കളുണ്ട്. അപ്പൊ അതിൽ ഒരാളാണ് ഈ നമ്മൾ ഈ പറയുന്ന സുരേഷ്. 5 മക്കളാണ്. 5 മക്കള്. 3 ആണുങ്ങളും 2 പെൺകുട്ടികളും ആണുള്ളത്. അപ്പൊ ഈ സുരേഷ് താമസിക്കുന്നത് സുരേഷിന്റെ സ്വന്തം വീടാണോ അതോ അവരുടെ കുടുംബ സ്വത്തായിട്ട് ലഭിച്ച വീടാണോ? കുടുംബ സ്വത്തായിട്ട് ലഭിച്ച വീടാണ്. ഓക്കെ. അപ്പൊ ഈ അമ്മയ്ക്ക് അധികാരം കാണുമായിരിക്കും അല്ലേ? അമ്മയ്ക്ക് അധികാരം ഉണ്ട്, പക്ഷെ സുരേഷിന്റെ ഭാര്യയുടെ പേരിലാണ് ഈ വീടും സ്ഥലവും. ഓക്കെ. അപ്പൊ ഈ പഞ്ചായത്ത് അധികൃതർക്കൊന്നും ഇടയിൽ ഈ നേരത്തെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സമാനമായ നമ്മളിത് പരിഹരിക്കാൻ വേണ്ടി കുറേയധികം വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെയുള്ള ജനപ്രതിനിധികളടക്കമുള്ള പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇതിനകത്ത് ഇടപെട്ടതാണ്. രമ്യമായി പരിഹരിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കിയതാണ്. അപ്പൊ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രമ്യ? എങ്ങനെ? നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കുടുംബവുമായിട്ട്? ഈ കുടുംബം നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മയും ഈ മകനും ഒക്കെ ആയിട്ട്? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ അറിയില്ല. അമ്മ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നൊരു സാഹചര്യം അറിഞ്ഞപ്പോഴാണ് അമ്മ ഇങ്ങനെ മകളുടെ വീട്ടിലാണെന്നും ഇന്ന കാരണം കൊണ്ടാണ് മാറ്റിയിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ഇപ്പോ സബ് കളക്ടറുടെ ഉത്തരവ് അനുസരിച്ച് സുരേഷ് ഈ വീട് തുറന്നു കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഓക്കെ. അപ്പൊ ഈ അമ്മയുടെ മറ്റു മക്കളൊക്കെ ഇപ്പൊ അവിടെ ആ സ്ഥലത്തുണ്ടോ? ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണ്? അവർക്ക് സുരേഷ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് തന്നെ അമ്മയെ ആക്കണം എന്നുള്ള നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നമായിരിക്കുമല്ലോ. ഇപ്പൊ അമ്മയല്ലേ, മറ്റു മക്കൾക്ക് വേണമെങ്കിലും അമ്മയെ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു തീർച്ചയായും അവര് ഈ പറയുന്ന രീതിയിൽ ഒരു പടത കെട്ടിക്കിടക്കേണ്ടെന്ന ഒരു ആവശ്യം നിലവിൽ ഇല്ലാത്തതാണ്. അവർക്ക് എന്തായാലും അതിന് സാധ്യതയുള്ള മക്കളാണ് ബാക്കിയുള്ള 4 പേരും. ഓക്കെ. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും തരത്തിലൊരു കുടുംബ പ്രശ്നം തന്നെ ആയിരിക്കും അല്ലേ രമേ? കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ അമ്മയെ സേഫായിട്ട് മറ്റു മക്കളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ മാറ്റിയിട്ട് പിന്നീട് ഒരു നിയമ പോരാട്ടം നടത്താവുന്നതല്ലേ ഉള്ളൂ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിയമത്തിന്റെ നടപടിക്കനുസരിച്ച് വിധേയമായി അമ്മയെ ഇതിനകത്ത് ഈ വീട്ടിലേക്ക് കയറ്റേണ്ടുള്ളൂ. രമ്യമായി പരിഹരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയം മാത്രമാണത്. ഓക്കെ. അപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിൽ ഇനിയിപ്പോൾ പഞ്ചായത്ത് അധികൃതർ രമ്യ അടക്കമുള്ളവർ ഇടപെട്ട് ഈ കുടുംബാംഗങ്ങളുമായിട്ടൊരു ചർച്ച നടത്തി ഇതിനൊരു പെട്ടെന്നൊരു സമവായം ഉണ്ടാക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും അമ്മയും മക്കളുമാണ്, അവരെ വേർതിരിച്ച് കാണേണ്ടതില്ല. പ്രായമായ അമ്മയെ നോക്കേണ്ടെന്ന ഉത്തരവാദിത്വം മകനുണ്ട്. മകന്റെ കുടുംബത്തിലുള്ള പ്രശ്നം പരിഹരിച്ചു കൂടി വേണം അമ്മയെ ഇതിനകത്തേക്ക് ഈ വീട്ടിലേക്ക് ആക്കാൻ. അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 2 പേരും 2 തട്ടിലുള്ള രീതിയിലുള്ള ഒരു കുടുംബത്തെ അല്ല നമുക്ക് എടുക്കേണ്ടത്. അത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് തന്നെ നോക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അങ്ങനെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ വീട്ടിലുണ്ട്. ആദ്യം മക്കള് ചെറിയ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അവരുടെ ഭാഗം കേട്ട് അവർക്ക് എന്താണ് പ്രശ്നമെന്ന് കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താമെന്നാണ് കരുതുന്നത്. ഓക്കെ രമ്യ, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. നമുക്കൊപ്പം ചേർന്നതിന് ആ വിഷയം രമ്യയുടെ നേതൃത്വത്തിൽ തന്നെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ആൽവിൻ തുടരുന്നത് നമുക്കിപ്പം. ആൽവിൻ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് ഇതിപ്പോൾ ഒരു കുടുംബ പ്രശ്നമാണ് വിഷയം തോന്നുന്നു. കാരണം ഈ അമ്മയ്ക്ക് 5 മക്കളുണ്ട്. അതിൽ ഒരു മകനാണ് നമ്മൾ ഈ കാണുന്ന സുരേഷ്. മറ്റ് 4 പേരും ആ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ഇവരാരും തന്നെ അമ്മയെ തൽക്കാലത്തേക്ക് അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ മാറ്റിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിൽ നിലയിലാണ് അവരുടെ നിലപാടുള്ളത്. പ്രത്യേകിച്ച് അതിൽ കാരണം എന്ന് തോന്നുന്നത് ഈ അമ്മ അവിടെ വർഷങ്ങളായി താമസിച്ചിരുന്നതാണ്. ഈ അമ്മയും അമ്മയുടെ ഭർത്താവും വർഷങ്ങളായി അവിടെ താമസിച്ചിരുന്നതാണ്. 40 കൊല്ലത്തോളമായി ആ വീട്ടിൽ താമസിച്ചിരുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു മകൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ താമസിപ്പിക്കണം എന്നുള്ളതാണ് മറ്റു മക്കളുടെയും ഒരു നിലപാട്. പക്ഷേ ഈ സുരേഷ് എന്ന മകനാണ് ഇതിൽ മറ്റൊരു നിലപാടുമായിട്ടുള്ളത്. സുരേഷിന്റെ കുടുംബവുമായുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് എന്നയാൾ വനംവകുപ്പിലെ റേഞ്ച് ഓഫീസർ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇയാൾ കല്ലാറിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സുരേഷിനോട് പലതവണയായി പോലീസും പഞ്ചായത്ത് അധികൃതരും മറ്റ് അവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും ഒക്കെയും കഴിഞ്ഞത് 2 ദിവസമായി സംസാരിക്കുകയാണ്. അമ്മയെ വീട്ടിൽ താമസിപ്പിക്കണം എന്നുള്ള ആവശ്യം പറയുന്നുണ്ട്. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. ശരി ആൽവിൻ, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ അനുസരിച്ച് അവിടെ സമവായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായും മക്കളുമായും കുഞ്ഞുമക്കളുമായിട്ടൊക്കെ അവർ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എത്രയും വേഗം ഒരു സമവായത്തിലേക്ക് എത്തും. ആ അമ്മയെ സുരക്ഷിതമായ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.